നമ്മളോട് എപ്പോഴും PSC പരീക്ഷകളിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ്. ഇത് ചോദിക്കാത്ത പരീക്ഷകളില്ല. ഇത് കുറച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ബോറോഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്. അത് എന്താണ് അതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ? ബോറോവിഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നതിനാണ് ബോറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡ് ഫ്യുവൽ ടു ദ ഫയർ. എന്താണ് ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക. ചില മനുഷ്യരെ പറ്റി നമ്മൾ പറയാറില്ലേ, എരിതീയിൽ എണ്ണയൊഴിക്കുകയാണ് ചെയ്യുന്നത്, പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയാണെന്നൊക്കെ പറയാറില്ലേ. അത്തരത്തിൽ ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക. അപ്പോൾ ബോറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാലോ എരിതീയിൽ എണ്ണയൊഴിക്കുക എന്നാണ് ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ. ഫിഷിംഗ് ഇൻ ട്രബിൾ വാട്ടർ. എന്താണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ഫിഷിംഗ് ഇൻ ട്രബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നാണ്. എന്താണ് ഫിഷിംഗ് ഇൻ ട്രബിൾ വാട്ടർ. ബോറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. ആഡ് ഫ്യുവൽ ടു ദ ഫയറോ ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക. ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ എന്താണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ക്രൈ ഓവർ ദ സ്പ്ലിറ്റ് മിൽക്ക്. എന്താണ് ക്രൈ ഓവർ ദ സ്പ്ലിറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ഇങ്ങനെ ഒരു പഴമൊഴി. അപ്പോൾ ക്രൈ ഓവർ ദ സ്പ്ലിറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് ദ റോമൻസ് ഡു. എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിതല്ലേ. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് ദ റോമൻസ് ഡു എന്ന് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം എന്ന് പറയുന്ന പഴമൊഴി. അപ്പോൾ എന്താണ് വെൻ യു ആർ അറ്റ് റോം ഡു ആസ് ദ റോമൻസ് ഡു. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം. ലുക്ക് ബിഫോർ യു ലീവ്. എന്താണ് കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം, അല്ലെങ്കിൽ ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ഇങ്ങനെ രണ്ടർത്ഥമാണ് ഈ ഒരു പഴമൊഴിയിൽ. ലുക്ക് ബിഫോർ യു ലീവ് ഇതൊരു പരിഭാഷയിലേക്ക് വരുമ്പോൾ എന്താണ്, ചിലപ്പോൾ നമ്മൾ കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ അങ്ങനെയാണെങ്കിൽ അതും ചൂസ് ചെയ്യാം. അപ്പോൾ ലുക്ക് ബിഫോർ യു ലീവ് എന്ന് പറഞ്ഞാൽ കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം, അല്ലെങ്കിൽ ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ക്ലോസ്ഡ് മൗത്ത് ക്യാച്ചസ് നോ ഫ്ലൈസ്. എന്താണ് മൗനം വിദ്വാനുഭൂഷണം. നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണല്ലേ. ക്ലോസ്ഡ് മൗത്ത് ക്യാച്ചസ് നോ ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ മൗനം വിദ്വാനുഭൂഷണം. മെനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ. എന്താണ് മെനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ എന്ന് പറയുമ്പോൾ പലതുള്ളി പെരുവെള്ളം. മെനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ പലതുള്ളി പെരുവെള്ളം. അപ്പം ബോറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ആഡ് ഫ്യുവൽ ടു ദ ഫയറോ എരിതീയിൽ എണ്ണയൊഴിക്കുക. ഫിഷിംഗ് ഇൻ ട്രബിൾ വാട്ടർ. ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ എന്താണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ക്രൈ ഓവർ ദ സ്പ്ലിറ്റ് മിൽക്ക് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് ദ റോമൻസ് ഡു. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം. ലുക്ക് ബിഫോർ യു ലീവ്. എന്താണ് കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം, ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ഇങ്ങനെയൊക്കെയാണ് ലുക്ക് ബിഫോർ യു ലീവ് എന്നതിൻ്റെ അർത്ഥം. ക്ലോസ്ഡ് മൗത്ത് ക്യാച്ചസ് നോ ഫ്ലൈസ്. എന്താണ് മൗനം വിദ്വാനുഭൂഷണം. ക്ലോസ്ഡ് മൗത്ത് ക്യാച്ചസ് നോ ഫ്ലൈസ് മൗനം വിദ്വാനുഭൂഷണം. മെനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ. എന്താണ് പലതുള്ളി പെരുവെള്ളം. മെനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ. ക്ലിയർ ആയല്ലോ. ഇത്രയുമാണ് എന്താണ് പരിഭാഷയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്.